ഒന്നും വിചാരിക്കരുത്, കാന്താര മൂവി കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ചെയ്തതാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജിസ്മോൻ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് തോന്നിവാസം എന്റർടൈൻമെന്റ്. ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാനിന്ന് കാന്താര മൂവി കണ്ടു, കാന്താര ചാപ്റ്റർ 1. അതിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത്. ഞാനിങ്ങനെ റിവ്യൂ ഒന്നും പറഞ്ഞു കൊടുക്കണ ആളല്ല, പക്ഷെ എന്നാലും എന്തായാലും ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളോട് പറയണമെന്ന് തോന്നി, ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഇന്ന് കാന്താര ചാപ്റ്റർ 1 കാണാൻ പോയി. വെളുപ്പിന് 3 മണിക്ക് അലാറം വെച്ചു. കൃത്യമായിട്ട് 3 മണിക്ക് തന്നെ എണീറ്റ് റെഡിയായി ഞാനും എൻ്റെ അനിയനും സിനിമ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അഭിപ്രായം പറയണമെന്ന റിവ്യൂസ് ഒന്നും അങ്ങനെ പറയാറുള്ള ആൾക്കാരല്ല ഞങ്ങൾ. എന്നാലും ഞങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളോട് പറയണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റിവ്യൂ പറയാനൊരു കാരണം. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം കാന്താര മൂവി കണ്ടിട്ട് രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയല്ലോ, അതിങ്ങനെ എനിക്ക് തോന്നി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. എൻ്റെ ദൈവമേ, എൻ്റെ വേറെ വായിക്കും. ഫസ്റ്റ് ഹാഫ് കുറച്ച് നേരം കണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ട്രാക്ക് മാറുമോ, ഒരു കണ്ണുകൊട്ടായി പോവോ, എന്തൊക്കെയോ ഒരു ലാഗ് പോലെ ജസ്റ്റ് ഫീൽ ചെയ്തു. പക്ഷെ അതിൻ്റെ ഒരു ഇന്റർവെല്ലിൽ പഞ്ചൊക്കെ കൊണ്ടുപോയി നിർത്തിയതും അവിടെ നിന്ന് സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു പോക്കും പിന്നെ പടത്തിന്റെ റേഞ്ച് തന്നെ അങ്ങ് മാറി. എമ്മാതിരി വിഷ്വലാന്നറിയാം എടുത്ത് വെച്ചേക്കണേ, മാതിരി വിഷ്വല്. എൻ്റെ പൊന്നോ, ഈ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഋഷഭ് ഷെട്ടി അല്ല, വേറെ പടം കണ്ടിട്ടില്ല, കാന്താര മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ പെർഫോമൻസും പറയാൻ വാക്കുകൾ കിട്ടണില്ല, മാതിരി പെർഫോമൻസാ. ഫൈറ്റ് സീക്വൻസ് വിഷ്വലി എടുത്ത് വെച്ചേക്കണ, കണ്ട് പഠിക്കണം. കുറെ ആൾക്കാർ നമുക്ക് കൊണ്ടല്ലോ, നമ്മുടെ കുറെ വലിയ മോശം പറയണല്ല, പക്ഷെ ആ പടം കാണാനുണ്ട്. മാതിരി ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള പടമുണ്ട്. നിങ്ങൾ മാക്സിമം പോയി കാണാൻ നോക്കുക. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പടം പോയി കാണാൻ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു നേരെ ഓപ്പോസിറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിന്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് പറയാം. നല്ലതാണെങ്കിൽ അതും പറയാം, മോശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്തെന്നുള്ളൂ. എന്തായാലും വണക്കം.